ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ അക്കൗണ്ടൻസിയിലെ നാലാമത്തെ യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 3 യൂണിറ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് പോവാണ്. അക്കൗണ്ടിങ്ങിലെ നാലാമത്തെ യൂണിറ്റ് എന്താണ്? അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് അക്കൗണ്ടിങ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ? അതായത് നമ്മളിപ്പോ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടാവും, സെയിൽ ചെയ്യാനുണ്ടാവും, ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാനുണ്ടാവും, ക്രെഡിറ്റിന് സെയിൽ ചെയ്യാനുണ്ടാവും അല്ലെ. അപ്പോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ, ഒരു എവിഡൻസ് വേണ്ടേ? അങ്ങനെ നമ്മൾ എവിഡൻസിനായിട്ട് നമുക്കറിയാം നമ്മൾ എന്ത് കൊടുക്കും? ബില്ല് കൊടുക്കും അല്ലെ. ഈ ഒരു ബില്ലിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് കാണിക്കാൻ പറ്റിയ മെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. എന്താണ് സോഴ്സ് ഡോക്യുമെന്റ്? എ സോഴ്സ് ഡോക്യുമെന്റ് വിച്ച് പ്രൊവൈഡ്സ് എവിഡൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ് നമുക്ക് എവിഡൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഒക്കെ സംഭവിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് ഇതിന്റെ ബില്ല് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയ ഒരു എവിഡൻസിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിലുള്ള ഒന്നാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു എവിഡൻസ് ആണ് എന്ത്? വൗച്ചർ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങളുടെ ചാപ്റ്റർ 4 ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വൗച്ചറിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അതില് ട്രാൻസാക്ഷൻ വൗച്ചർ എന്ന ഹെഡിങ് ഉണ്ട്, ഫേം നെയിം, പിന്നെ വൗച്ചർ നമ്പർ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല. വൗച്ചർ എന്താണെന്നാണ് ചോദിക്കുക, അതിന്റെ പിക്ചർ ഒന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, അതിന്റെ ഒരു ഫോർമാറ്റ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ടൈപ്പ് ഓഫ് വൗച്ചർ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ടൈപ്പ് ഓഫ് വൗച്ചർ വരുന്നുണ്ട്? 4 ടൈപ്പ് ഓഫ് വൗച്ചർ. 4 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ആർ ദർ. ഏതൊക്കെയാണ്? ക്യാഷ് വൗച്ചർ, ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ, ട്രാൻസ്ഫർ വൗച്ചർ. അങ്ങനെ 4 തരത്തിലുള്ള വൗച്ചേഴ്സ് ആണ് വരുന്നത്. അതിൽ ആദ്യം തന്നെ വരുന്നതാണ് ഡെബിറ്റ് വൗച്ചർ. ഡെബിറ്റ് വൗച്ചർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ദീസ് വൗച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ക്യാഷ് പേയ്മെന്റ് ഓൺലി. അതായത് ക്യാഷ് പേയ്മെന്റ് നടത്തിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡെബിറ്റ് വൗച്ചറിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് ഡെബിറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. ഇനി ക്രെഡിറ്റ് വൗച്ചർ എന്താണ്? ദീസ് വൗച്ചേഴ്സ് ആർ പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ക്യാഷ് റെസിപ്റ്റ്സ് ഓൺലി. അതായത് ക്യാഷ് പേയ്മെന്റ് ഏതിലാണ്? ഡെബിറ്റ് വൗച്ചർ. ക്യാഷ് റെസിപ്റ്റ്സ് ഏതിലാണ്? ക്രെഡിറ്റ് വൗച്ചറിൽ. ഇനിയാണ് ട്രാൻസ്ഫർ വൗച്ചർ. ട്രാൻസ്ഫർ വൗച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കടത്തിന് വാങ്ങുമല്ലോ, കടത്തിന് വാങ്ങുന്നതും വിൽക്കുന്നതും, ഇത് രണ്ടും അതായത് ക്യാഷ് അല്ലാത്ത നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. വൗച്ചർ എന്താന്നുള്ളത് അറിയണം, സോഴ്സ് ഡോക്യുമെന്റ് എന്താന്നുള്ളത് അറിയണം. ടൈപ്പ് ഓഫ് വൗച്ചർ ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് വൗച്ചർ, ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ, ലാസ്റ്റ് ഏതാണ്? ട്രാൻസ്ഫർ വൗച്ചർ. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റിലാണ് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ജേർണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് അങ്ങനെ അങ്ങനെ പോവാണ് ചെയ്യുക. അപ്പോ അഞ്ചാമത്തെ യൂണിറ്റ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. ഈ അക്കൗണ്ടിങ്ങിന്റെ റൂൾസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അഞ്ചാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ 5th യൂണിറ്റിൽ ജേർണൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇനി അക്കൗണ്ടിങ്ങിന്റെ റൂൾസ്, നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്നൊക്കെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഡെബിറ്റ്, ക്രെഡിറ്റ്, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത യൂണിറ്റിലാണ് പഠിക്കാനുള്ളത്. അതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ 4th യൂണിറ്റിൽ കൊടുക്കുന്നത്. അപ്പോ നമ്മളുടെ ട്രഡീഷണൽ റൂളും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, മോഡേൺ റൂളും വരുന്നുണ്ട്. ട്രഡീഷണൽ റൂളില് നമ്മൾ എന്തൊക്കെ ഡെബിറ്റ് ചെയ്യണം, എന്തിനൊക്കെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ മോഡേൺ റൂളാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ കൂടി നമ്മൾ 2 റൂളും പഠിച്ചിരിക്കേണ്ടതുണ്ട്. 3 റൂൾസ് ആണ് ട്രഡീഷണൽ റൂളിൽ വരുന്നത്. ഒന്നാമത്തേത് എന്താണ്?
ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അതായത് റിസീവറെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഗിവർ ക്യാഷ് കൊടുക്കുന്ന ആളെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മള് ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് റൂൾ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവറെ ഡെബിറ്റ് ചെയ്യുക, ഗിവർ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. രണ്ടാമത്തെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ കയ്യിലേക്ക് എന്താണോ വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിന് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. അതാണ് സെക്കൻഡ് റൂൾ. തേർഡ് റൂളിൽ പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എല്ലാ എക്സ്പെൻസുകളെയും ലോസുകളെയും എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഇൻകംസും ഗെയിൻസും. ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ എന്താണ്? വരുമാനം. ഒരു ബിസിനസ്സിലേക്ക് ഇൻകം വരിക എന്ന് പറഞ്ഞാല് വരുമാനം വരിക എന്നാണ്. അതായത് നമ്മള് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇൻകം വരിക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതാണ് 3 റൂളുകൾ. ഈ 3 റൂളുകൾ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഇതാണ് നമ്മളുടെ ട്രഡീഷണൽ റൂള്. ഇനി നമ്മൾ മോഡേൺ റൂളിലേക്ക് പോവാണ്. മോഡേൺ റൂള് ഇങ്ങനെ ഒരു നല്ല വൃത്തിക്കൊരു കോളായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെ. കറക്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, നേരെ നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ മോഡേൺ റൂള് കൊടുത്തിട്ടുള്ളത്. അസറ്റ്, ഈ ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഓരോന്നും അസറ്റ്, ലാബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, ഡ്രോയിങ്സ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാല് അസറ്റിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ഒരു അസറ്റ് ആണ്. ദെൻ ബിൽഡിംഗ് ഒരു അസറ്റ് ആണ്. അങ്ങനെ ആസ്തികൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഇനി ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ബാധ്യതകള്, അതായത് നമ്മളിപ്പോ ഒരു ലോൺ എടുത്ത് അതെന്താണ്? അതൊരു ലാബിലിറ്റി ആണ്. ക്യാപിറ്റൽ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന എമൗണ്ട്, അതാണ് എന്ത്? ക്യാപിറ്റൽ. റവന്യൂ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകത്തെയാണ് റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ചെലവായി പോകുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു, അതൊരു എക്സ്പെൻസ് ആണ്. റെന്റ് കൊടുത്തു, ഒരു എക്സ്പെൻസ് ആണ്. സാലറി കൊടുത്തു, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസസ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയാ? ഡ്രോയിങ്സ് എന്നാണ് പറയാ. ഇനി ഇവിടെ പറയുന്നത് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം അതേപോലെ. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താല് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, മാറിപ്പോവരുത്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റി ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ എന്താണ്? ഡെബിറ്റ് ആണ്. റവന്യൂ ക്രെഡിറ്റ് ഡെബിറ്റ്, എക്സ്പെൻസ് ഡെബിറ്റ് ക്രെഡിറ്റ്, ഡ്രോയിങ്സ് ഡെബിറ്റ് ക്രെഡിറ്റ്, അങ്ങനത്തെ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോ നിങ്ങൾക്ക് ജേർണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അടുത്ത യൂണിറ്റിൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രി കൃത്യമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂള് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജേർണൽ എഴുതാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്ത് ചെയ്യും? തെറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 റൂളും, അതായത് ട്രഡീഷണൽ റൂളും മോഡേൺ റൂളും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ആണെന്ന് പറയുന്നത് കൂടിയിട്ടും 2 റൂൾസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 റൂളും പഠിക്കണം. ഈ 2 റൂളും ഇത്രയും എന്താ ചെയ്യാ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അടുത്ത യൂണിറ്റിൽ നമുക്ക് ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.